പാസ്വേഡ് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് DBയിൽ സ്റ്റോർ ചെയ്യുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഒരു സെക്യൂരിറ്റി റിസ്ക് ആണല്ലേ. സോ ഹാഷിംഗ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് പാസ്വേഡ് ഹാഷസ് ആയിട്ട് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാം. എക്സാമ്പിൾ, നമ്മുടെ കയ്യിലൊരു യൂസർ 123 എന്ന് പറഞ്ഞിട്ടൊരു പാസ്വേഡ് ഉണ്ട്. ഇതിനെ ആദ്യം സോൾട്ട് ജനറേറ്റ് ചെയ്യുക, അതായത് ഒരു റാൻഡം കോഡ് ജനറേറ്റ് ചെയ്ത് യൂസർ പാസ്വേഡുമായിട്ട് കമ്പൈൻ ചെയ്യാം. നെക്സ്റ്റ് പാസ്വേഡ് ഡീക്രിപ്റ്റ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഈ യൂസർ പാസ്വേഡിനെ ഹാഷ് ചെയ്ത് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഈ സോൾട്ടിന്റെ വാല്യൂവും കൂടെ സ്റ്റോർ ചെയ്യാൻ മറക്കരുത്. ഈ സോൾട്ട് വാല്യൂ പാസ്വേഡിനെ കുറച്ചും കൂടെ യുണീക്ക് ആക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് പാസ്വേഡ് വെരിഫിക്കേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് എഗെയിൻ നമ്മൾ യൂസർ പാസ്വേഡ് റിസീവ് ചെയ്യുക. നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സോൾട്ടിന്റെ വാല്യൂ ഇല്ലേ, അതും റീട്രൈവ് ചെയ്ത് യൂസർ പാസ്വേഡുമായിട്ട് കൺകാർഡിനേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പാസ്വേഡ് വെരിഫൈ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ട് യൂസർ പാസ്വേഡും ഡാറ്റാബേസിലെ പാസ്വേഡും കമ്പയർ ചെയ്യാം. ഇത് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ പാസ്വേഡ് മാച്ച് ആയിട്ടുണ്ട്.